അടുത്താണ് ഹെമറോയിഡ്സ്. ഹെമറോയിഡ്സ് എന്തുവാ? സ്വലൻ ഓർ ഇൻഫ്ലേംഡ് വെയിൻ, അതിന് പറയുന്നതാണ് എന്ത്? ഇനി അതെന്തോന്ന് നോക്കാം. അതെവിടെ കാണാൻ പറ്റും? ഏനസ്, റെക്റ്റം, ഇവിടെ രണ്ടിടത്തുമാണ് അത് കാണുന്നത്. എന്തോ ചെയ്യുന്നു? ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ ബ്ലീഡിങ് കാണാൻ പറ്റും. ഈ സോളൻ വെയിൻ ആയതുകൊണ്ട് അതിനകത്ത് ഡിസ്കംഫർട്ടും ഉണ്ടാവും, അതുപോലെ ബ്ലീഡിങ് കാണാൻ പറ്റും. നെക്സ്റ്റ് അതിൻ്റെ കോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോസ് ഇൻക്ലൂഡ് അൺനോൺ ആണ് കോസ്. അതുപോലെ പ്രഷർ ഇൻ റെക്ടൽ ഏരിയ, ആ റെക്ടൽ ഏരിയയിൽ നമുക്ക് പ്രഷർ കാണാൻ പറ്റും. പ്രഷർ റെക്ടൽ ഏരിയ കാണാൻ നമുക്ക് എന്തൊക്കെ പറ്റും? കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവും. എന്നുവെച്ചാൽ എപ്പോഴൊക്കെ ഈ പ്രഷർ റെക്ടൽ ഏരിയയിൽ വരുമല്ലോ കോൺസ്റ്റിപ്പേഷൻ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ റെക്ടലിൽ നമുക്ക് പ്രഷർ കാണും. അതുപോലെ പ്രഗ്നൻസി ടൈമിൽ പ്രഷർ കാണും. ഒബിസിറ്റി, കൂടുതലായിട്ട് വണ്ണം ഉണ്ടെങ്കിൽ അവിടെ പ്രഷർ കാണും. അതേപോലെ പ്രൊലോങ്ഡ് സിറ്റിംഗ് ഓർ സ്റ്റാൻഡിങ്, കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്നവർക്ക് എന്ത് കാണാൻ പറ്റും? ഇതുപോലെ പ്രഷർ ഇൻ റെക്ടൽ ഏരിയ കാണാം. അതാണ് എന്ത്? ഹെമറോയിഡ്സിൻ്റെ മേജർ കോസ്. നെക്സ്റ്റ് സൈൻസ് ആൻഡ് സിംറ്റംസ്. സൈൻസ് ആൻഡ് സിംറ്റം ഏതൊക്കെ വരുന്നത്? റെക്ടൽ പെയിൻ, നമ്മൾ റെക്ടൽ പെയിൻ കാണും. പിന്നെ ബ്ലീഡിങ് ഡ്യൂറിങ് ബവൽ നമ്മുടെ ഈ ഇതിൽ കഴിക്കുന്ന സമയത്ത്, അതുപോലെ നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ബ്ലീഡിങ് കാണാൻ പറ്റും. അതുപോലെ ലംസ് ഓർ സ്വെല്ലിങ്, നമുക്ക് തടിച്ച് അല്ലെങ്കിൽ ആ സ്വെല്ലിങ് കാണാൻ പറ്റും അവിടെ. നെക്സ്റ്റ് അതിൻ്റെ ഡയഗ്നോസ്റ്റിക് വാലേഷൻ ഏതൊക്കെ വരുന്നത്? ഫിസിക്കൽ എക്സാമിനേഷൻ വരും. പിന്നെ എന്ത് വരും? ഫിസിക്കൽ എക്സാമിനേഷൻ ഏനസും റെക്ടവും എക്സാമിനേഷൻ കാണും. അതുപോലെ സിഗ്മോഡോസ്കോപ്പി, എക്സാമിനേഷൻ ഓഫ് സിഗ്മോഡ് കാണും. അതുപോലെ തന്നെ കോളനോസ്കോപ്പി, എക്സാമിനേഷൻ ഓഫ് കോളൻ. ഇത്രയും ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ വരുന്നത്. പിന്നെ മാനേജ്മെൻറ്റ് ഏതൊക്കെ വരുന്നത്? മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് ഇൻക്രീസ് ഫൈബർ ഇൻടേക്ക്, അവരോട് ഫൈബർ ഇൻടേക്ക് കൂട്ടാൻ പറയണം, കാരണം അത് കോൺസ്റ്റിപ്പേഷനൊക്കെ തടയാനുള്ള ഒരു മെഡിക്കേഷനാണ്. അതുപോലെ ഓവർ ദ കൗണ്ടർ ക്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്താണ് അവർക്ക് വരുന്ന സിംറ്റം അതിനെ കൗണ്ടർ ചെയ്യാനുള്ള ക്രീം. പിന്നെ സ്ലിറ്റ് ബാത്ത്, ഇത് മൂന്നുമാണ് എന്ത്? മാനേജ്മെൻറ്റ് ആയിട്ട് പറയുന്നത്. ഇതാണ് ഹെമറോയിഡ്സ്.